നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏറ്റവും ഭയാനകമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാൻ എന്ന രാജ്യത്തിന്റെ ജീവനാഡിയും എണ്ണ വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രവുമായ ഖാർഗ് ഐലൻഡ് ഇപ്പോൾ പൂർണ്ണമായും ഇരുട്ടിലാണ്. വെറും ഒരു വൈദ്യുതി തടസ്സമല്ല ഇത്, മറിച്ച് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ 50ഓളം തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ അനന്തര ഫലമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം വെറും വാക്കല്ലെന്ന് ലോകം തിരിച്ചറിയുന്ന നിമിഷങ്ങളാണിത്. എന്താണ് ഖാർഗ് ഐലൻഡിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ദ്വീപിനെ അമേരിക്ക ലക്ഷ്യമിട്ടത്? വിശദമായി പരിശോധിക്കാം. പേർഷ്യൻ ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലയാണ് ഖാർഗ് ഐലൻഡ്. ഇറാനിയൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും നൽകുന്ന സൂചന പ്രകാരം 50ലധികം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ വ്യോമസേന ശക്തമായ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് പിന്നാലെ ദ്വീപിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നു. ദ്വീപിനെ ലക്ഷ്യമാക്കി വന്ന മിസൈലുകളുടെയും ബോംബുകളുടെയും ശബ്ദത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് മേഖല. എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ഈ ഘട്ടത്തിൽ നേരിട്ട് തകർത്തിട്ടില്ലെന്ന് US അവകാശപ്പെടുന്നുണ്ടെങ്കിലും ദ്വീപിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഇറാൻ ഭരണകൂടം. എന്തുകൊണ്ടാണ് ഈ ചെറിയ ദ്വീപ് ഇത്ര വലിയ ചർച്ചയാകുന്നത്? ഇറാന്റെ 90% എണ്ണ കയറ്റുമതിയും നടക്കുന്നത് ഖാർഗ് ഐലൻഡ് വഴിയാണ്. ലോകത്തിന് ആവശ്യമുള്ള എണ്ണയുടെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്ന ഇവിടം തകർന്നാൽ ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലാണ് ഒടിയുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധത്തിന് മറുപടിയായാണ് ഈ നീക്കം. കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇറാന്റെ ഓരോ പാലവും ഓരോ പവർ സ്റ്റേഷനും തകർക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ ഭീഷണി മുഴക്കിയിരുന്നു. ആ ഭീഷണി ഇപ്പോൾ പ്രായോഗിക തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അല്പസമയത്തിന് മുൻപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ച വാക്കുകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ഒരു നാഗരികത മുഴുവൻ ഇന്ന് രാത്രി മരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. 47 വർഷത്തെ അഴിമതിയും മരണവും നിറഞ്ഞ ഇറാനിലെ ഭരണകൂടത്തെ താഴെ ഇറക്കുമെന്നും പുതിയൊരു ലോകക്രമം വരുമെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാന്റെ ഉള്ളിൽ തന്നെ ഒരു ജനകീയ മുന്നേറ്റം ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തം. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം ഇതിലും ഭീകരമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൌസിൽ നിന്നുള്ള സൂചന. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്നുമാണ് IRGC വ്യക്തമാക്കുന്നത്. ആയത്തുള്ള ഖമേനിയുടെ മരണത്തിന് ശേഷം രാഷ്ട്രീയമായി തകർന്നു നിൽക്കുന്ന ഇറാൻ ഇത്തരം ഒരു ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നത് കണ്ടറിയണം. ഒരുപക്ഷെ മേഖലയിൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഈ സംഭവങ്ങൾ വഴിമാറിയേക്കാം. ഇസ്രയേലും അമേരിക്കയും ഒരേപോലെ ഇറാനെ വളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മിഡിൽ ഈസ്റ്റിലെ ഓരോ ചലനങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇന്ധന വിപണിയെയും സാമ്പത്തിക നിലയെയും ബാധിക്കും. ഖാർഗ് ഐലൻഡിലെ ഈ ഇരുട്ട് ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാണോ? അതേസമയം ട്രംപ് ഒരു ഭ്രാന്തൻ നയങ്ങളാണ് സ്വീകരിക്കുന്നത് എന്നത് പറയാതെ വയ്യ. ഒരു നാഗരികത മരിക്കും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഒരു ലോക നേതാവിന് ചേർന്നതല്ല. ഇത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന നിരുത്തരവാദപരമായ നിലപാടാണ്. ചർച്ചകളിലൂടെയോ നയതന്ത്ര നീക്കങ്ങളിലൂടെയോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സൈനിക ശക്തിയും ഭീഷണിയും മാത്രം ഉപയോഗിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അസ്ഥിരതയുണ്ടാക്കും. ഖാർഗ് ഐലൻഡ് പോലുള്ള എണ്ണക്കയറ്റുമതി കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുകയും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം തന്നെ ലോകത്തെ മറ്റ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന വിമർശനവും ശക്തമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ വിഷയത്തിൽ ആർക്കൊപ്പമാണ്? ട്രംപിന്റെ നിലപാടിനൊപ്പമാണോ അതോ ഇറാൻ ജനതയ്ക്കൊപ്പമാണോ നിങ്ങൾ? പുതിയ പ്രതിരോധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.